നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിന്ന് ഈ വേദിയിൽ കിട്ടിയിരിക്കുന്നത് ഒരു അനുഗ്രഹീത കലാകാരനാണ്. നാടക നടനും നാടക സംവിധായകനും രചയിതാവും എന്ന് മാത്രമല്ല നിരവധി പുരസ്കാരങ്ങൾ, കേരള സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ് ജേതാവും ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ജേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുള്ള അവാർഡുകളും അതുപോലെ തന്നെ അതുല്യ നടൻ, തിലകൻ പുരസ്കാരവും എല്ലാം നേടിയ ഒരു അനുഗ്രഹീത കലാകാരൻ മറ്റാരുമല്ല ശ്രീ വൈക്കം ബിനു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ ആദരവോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നമ്മൾ ശരിക്കും കലാകാരന്മാർ ഒരു പരിധിവരെ അറിയുന്ന സീരിയലിൽ അഭിനയിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് കൂടുതലും ജനങ്ങളിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ ഒരു പരിധിവരെയും പലരും ചിലപ്പോൾ അറിയാറുമില്ല. അറിയുന്നതാണെങ്കിൽ കൂടിയും അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഒരു ഉപാധികളൊന്നും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഏതായാലും 3.5 പതിറ്റാണ്ടോളമായി നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലത്ത് കോവിഡ് വന്ന സമയത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന് പറഞ്ഞ സീരിയലിൽ 1.5 വർഷത്തോളം അഭിനയിച്ചു. അപ്പോൾ സീരിയലിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വൈക്കത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മറ്റേ കണ്ടായിരുന്നു കേട്ടോ, ആളുകളുടെ സമീപനം വേറൊരു രീതിയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇത്രയും വർഷം നാടകത്തിൽ അഭിനയിച്ചിട്ട് നമ്മളെ ആളുകൾ അങ്ങനെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഒരു നാടക നടൻ അല്ലെങ്കിൽ ഒരു നാടക കലാകാരൻ്റെ എഫർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ 2.5 മണിക്കൂർ സമയം പ്രേക്ഷകനെ അഭിമുഖീകരിച്ചുകൊണ്ട് നാടകം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. പക്ഷെ അതിന് അർഹിക്കുന്ന ഒരു അംഗീകാരം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ചുരുക്കം ചില ആളുകൾ, നാടകത്തെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ട്. അവരൊക്കെ തന്നെയാണ് നമുക്ക് ഈ നാടകരംഗത്ത് തുടരാനുള്ള പ്രചോദനം. ഏത് കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്? ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങുന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ കൂട്ടുകാരൻ രാജേന്ദ്രൻ എഴുതിയ വഞ്ചനയുടെ മുഖച്ഛായ എന്ന നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ നാട്ടിലെ ചേട്ടന്മാരുടെ ആൻ്റണി അഗസ്റ്റിൻ, അതുപോലെ തന്നെ ഹരിമണി, സോമരാജ് എന്നിങ്ങനെയുള്ള കുറച്ച് ചേട്ടന്മാരുടെ നാടകങ്ങളൊക്കെ, ചെറിയ നാടകങ്ങളൊക്കെ അഭിനയിച്ചു. പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ തന്നെ കഥാപ്രസംഗം, മോണോ ആക്ട്, മിമിക്രി, ഗാനരചന, കവിതാരചന, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കൂടുതലും കഥാപ്രസംഗത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്കൂളിലല്ലാതെ മാസ്റ്റർ ബിനു വൈക്കം എന്ന് പറഞ്ഞ വൈക്കത്തെ ഉത്സവ വേദികളിലൊക്കെ കഥാപ്രസംഗ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. വൈക്കം നാവള്ളി എന്ന് പറഞ്ഞ ഗാന്ധിയനാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരു ദിവസം പത്രത്തിലൊരു പരസ്യം കാണുന്നു. അനന്തരം, അടൂർ ഗോപാലകൃഷ്ണൻ സാർ സംവിധാനം ചെയ്യുന്ന അനന്തരം എന്ന സിനിമയിലേക്ക് സിനിമാ താരം അശോകൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു പയ്യനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് പരസ്യം. അപ്പോൾ ഞാൻ അശോകൻ്റെ രൂപസാദൃശ്യമൊന്നും എനിക്കില്ലെന്ന് എനിക്കറിയാമെങ്കിലും നമ്മുടെ ആഗ്രഹം കൊണ്ടൊരു ഫോട്ടോയൊക്കെ വെച്ച് അപേക്ഷ അയച്ചു. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കത്ത് വന്നു, ഇന്ന തീയതിയിൽ കൊല്ലത്ത് കൊച്ചുവിലാമൂട്ടിലുള്ള പ്രശാന്തി ഹോട്ടലിൽ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു അമ്മാവനുമായിട്ട് അവിടെ ചെന്നു. അപ്പം ആ ഇൻ്റർവ്യൂ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അശോകൻ്റെ രൂപസാദൃശ്യമൊന്നുമില്ല, എങ്കിലും താങ്കളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതിനകത്തൊരു ചെറിയ വേഷം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ഈ സുധീഷും ഞാനുമായിട്ടുള്ള ഒരുമിച്ചുള്ള സീനാണ്. സുധീഷിൻ്റെ പുസ്തകമൊക്കെ വലിച്ചു കീറുന്നതും, അതുപോലെ പോകുന്ന വഴി സുധീഷ് എനിക്കിട്ട് കല്ല് വെച്ച് വീക്കുന്നതും ഞാൻ വീക്കൊണ്ട് താഴെ വീഴുന്നതും 3-4 ഡയലോഗേ ഉള്ളൂ. പക്ഷേ ആ ഡയലോഗും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അങ്ങനെ ആദ്യത്തെ ഡബ്ബിങ് അവിടെ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനന്തരം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഒരു ആശാനുണ്ട്, നൃത്ത സംവിധായകനായ വൈക്കം പങ്കനാശാൻ എന്ന് പറയുന്നത്. വളരെ ജനകീയനായ ഒരു കലാകാരനായിരുന്നു ആശാൻ. ഒരു ബാല ട്രൂപ്പുണ്ട് വൈക്കം നാട്യകലാകേന്ദ്രം. നാട്യകലാകേന്ദ്രത്തിൻ്റെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നൊരു നൃത്ത നാടകം വൈക്കം ചെട്ടിമംഗലം വേലപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അത് എഴുതിയത്. അതിലേക്ക് നായക വേഷത്തിന് വേണ്ടി ഒരു പയ്യനാണ്, 17 വയസ്സുള്ളൊരു പയ്യൻ വേഷത്തിന് വേണ്ടി എന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ വേദി എന്ന് പറയാം. മറ്റൊരു സ്ഥലത്ത് വണ്ടിയിൽ ബോർഡൊക്കെ വെച്ച് കെട്ടി പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ആ അവതരിപ്പിച്ച ആദ്യ വേദിയിൽ തന്നെ എനിക്ക് അവിടെ കാണികളിൽ നിന്ന് ഒരാൾ വന്നൊരു ക്യാഷ് അവാർഡ് പോലെ 5 രൂപ ഒരു കവറിലിട്ട്, അതൊക്കെ വലിയ പ്രോത്സാഹനമായി. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുടക്കം
ഈ വൈക്കം നാട്യകലാകേന്ദ്രം എന്ന നൃത്തനാടക സമിതിയിലാണ്. അതിനുശേഷം വൈക്കം ഗായത്രിയുടെ കലാലയം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആശാൻ്റെ തച്ചോളി അമ്പാടി എന്ന നൃത്തനാടകത്തിൽ അമ്പാടിയുടെ വേഷം. പിന്നെ സാക്ഷാൽ ഇടപ്പള്ളി അശോകരാജാൻ പാർട്ടിയിൽ അഭിനയിക്കാൻ വേണ്ടി എത്തുകയാണ്. ഈ സംവിധായകൻ്റെ കുപ്പായം അണിഞ്ഞത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സംവിധായകൻ്റെ കുപ്പായം അറിയുന്നത് ആദ്യം ഞാൻ വൈക്കം ഭരതശ്രീ എന്ന് പറഞ്ഞ് ബാലെ ട്രൂപ്പ് തുടങ്ങി. ഞാനതിൽ അഭിനയിക്കുന്നില്ല, നിർമ്മാണവും സംവിധാനവും. അപ്പോൾ ആ ബാലെ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വർഷം തന്നെ CK ശശിയേട്ടൻ എഴുതി വൈക്കം കൊച്ചിൻ സൗമ്യമിത്ര എന്ന് പറഞ്ഞൊരു സമിതിക്ക് വേണ്ടി ഒരു നാടകം സംവിധാനം ചെയ്യുകയാണ്, പ്രൊഫഷണൽ നാടകം. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സംരംഭം. ഏകദേശം ഒരു 10-27 വർഷം മുമ്പാണത്. അതാണ് എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം നാടകത്തിലെ. ബിൻചേട്ടനും വൈഫും പുള്ളിക്കാരത്തും സ്റ്റേജ് ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും. ജൂലി ഇപ്പോൾ അഭിനയിക്കുന്നത് തിരുവനന്തപുരം സംഗീതനയുടെ സേതുലക്ഷ്മി എന്ന നാടകത്തിലാണ്. ജൂലിയും സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. 2016 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ആരും മോശക്കാരല്ല. മോൻ അമൽ ബിനു 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പുള്ളിയിലും എല്ലാ കലകളും ഉണ്ടെങ്കിലും ഞങ്ങൾ വലിയ കാര്യമായിട്ട് പുള്ളി ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പഠനം നടക്കട്ടെ എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ അവർ സ്വയമായിട്ട് ഇറങ്ങട്ടെ, നമ്മളായിട്ട് അതിനൊരു വഴി വെച്ച് കൊടുക്കുന്നില്ല. പിന്നീട് ഈ നാടകത്തിൽ അഭിനയം കൂടാതെ തന്നെ ഡബ്ബിങ് രംഗത്തേക്കും കൂടെ അതായത് നൃത്തനാടകങ്ങളിലാണ് ആദ്യം ഡബ് ചെയ്ത് തുടങ്ങിയത്. ഏകദേശം 200ഓളം നൃത്തനാടകങ്ങൾക്ക് ഞാൻ ശബ്ദം നൽകിയിട്ടുണ്ട്. ആണല്ലേ? അതിനുശേഷം പിന്നെ ടെലിഫിലിമുകളിലും മറ്റു മൊഴിമാറ്റ ചിത്രങ്ങളിലും ഒക്കെ ഡബ് ചെയ്യുമായിരുന്നല്ലോ. നാടകം, ബാലെ, ഇത് രണ്ടും രണ്ട് തട്ടകമാണ്. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം വിളിച്ച് ഇതിലേതാണ് ശരിക്കും നമുക്ക് രണ്ടിലും നമുക്ക് സംതൃപ്തി ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ പോലും രണ്ടും രണ്ട് തട്ടമാണെങ്കിൽ പോലും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം അഭിനയ രീതി എന്ന് പറഞ്ഞാൽ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നീ 4 അഭിനയ രീതികളാണ്. അതിൽ ഈ വാചികാഭിനയം നൃത്തനാടകത്തിലില്ല. നൃത്തനാടകം എന്ന് പറഞ്ഞാൽ മറ്റൊരു ആൾ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മൾ ആ ഭാവങ്ങൾ നൽകുകയാണ്, ചലനങ്ങൾ നൽകുകയാണ് നടനരങ്ങിൽ. നാടകത്തിൽ അത് ഡയലോഗ് ഹൃദിസ്ഥമാക്കി പറയുന്നു. അപ്പം ഈ ഒരു കാര്യം ഒഴിച്ചാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പം മറ്റൊരാൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ശബ്ദത്തിൽ അയാളുടേതെന്ന് തോന്നിക്കുന്ന രീതിയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സാധാരണ ബാലയെക്കുറിച്ച് ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ബാലെ അഭിനയിക്കുന്ന ഒരു അതിപ്പോൾ അത് ചൂയിങ്കം വായിച്ച് വായിലിട്ട് ചവച്ചാൽ പോരെയെന്ന്. അത് വേറെ തെറ്റായ ധാരണയാണ്. മനോഹരമായിട്ട് നൃത്തനാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ ആ നടൻ അല്ലെങ്കിൽ ആ നടി ഗംഭീരമായി ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചേ പറ്റൂ. കാരണം ഈ എങ്ങനെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഭാവങ്ങൾ വരണമെങ്കിൽ ആ ഡയലോഗ് കൃത്യമായിട്ട് പഠിച്ച് ആ ഫീല് മനസ്സിലുണ്ടാകും. അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ. അത് കഴിവുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ. അപ്പം ആളുകൾ ഈ പരിഹസിക്കുന്ന പോലെ നിസ്സാരമല്ല നൃത്തനാടകത്തിൽ അഭിനയം. ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബാലയുടെ ആളുകൾക്ക് ഒരു കോമഡിക്കുള്ള വിഷയം ബാല, പക്ഷെ അത് ഒരിക്കലും അതിൻ്റെ അകത്ത് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സംസ്ഥാന അവാർഡ് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഏത് നാടകമായിരുന്നത്? അത് ആലുവ ശാരികയുടെ ദേവസ്പന്ദനം എന്ന ഫ്രാൻസിസ് ടി മാവേലിക്കര എഴുതി പയ്യന്നൂർ മുരളിച്ചേട്ടൻ സംവിധാനം ചെയ്ത നാടകത്തിലെ ശൗണ്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ശവത്തിൻ്റെ പിണ്ടച്ചോറുണ്ണുന്ന തമിഴ് ബ്രാഹ്മണ സംസ്കാരത്തിലെ ഒരു കഥാപാത്രമാണ്. ഈ അവർ ബലിക്കാക്കൾക്ക് പകരം ശൗണ്ടികൾ, സമൂഹത്തിൽ തിരസ്കൃതരായി നിൽക്കുന്ന കുറേ ആളുകൾ. ഈ ദേവരാഗം സിനിമയിലൊക്കെ അരവിന്ദ് സ്വാമിക്ക് ചെയ്ത ആ ക്യാരക്ടറല്ലേ, അതേപോലത്തെ ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ആ നാടകത്തിൽ അവതരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു വ്യത്യസ്തമായൊരു വേഷമായിരുന്നു. അത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു 50 അവാർഡുകൾ എന്തെങ്കിലും കരസ്ഥമാക്കിയിട്ടുണ്ട്? 50-ലേറെ. കാരണം ഇപ്പം ഈ പ്രാദേശികമായ നിരവധി പുരസ്കാരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ധാരാളം മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മികച്ച നടൻ അല്ലെങ്കിൽ മികച്ച രണ്ടാമത്തെ അല്ലെങ്കിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് അങ്ങനെയുള്ള കുറേ പുരസ്കാരങ്ങൾ. പിന്നെ വിവിധ സാംസ്കാരിക സംഘടനകൾ നൽകുന്ന പുരസ്കാരങ്ങൾ, നാടകരംഗത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായി കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ. അങ്ങനെ ഇതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന് കിട്ടേണ്ട അംഗീകാരം. പിന്നെ കാരണം അതൊക്കെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഒരവസ്ഥ വേറൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് നോക്കി കാണാൻ കഴിയുന്ന നമ്മുടെ പുരസ്കാരങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്ക് കാണാൻ പറ്റുന്നത് ഈ പുരസ്കാരങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഒരു കലാകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് അറിയാമല്ലോ, എപ്പോഴും ഒരു ഭയങ്കരമായ കുബേരൻ്റെ ഒരു ജീവിതാവസ്ഥയൊന്നും ആയിരിക്കില്ല കലാകാരൻ. സാമ്പത്തിക ഭദ്രത കുറവായിരിക്കും. പിന്നെ ഇതിനോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അത് നാടകം കഴിയുമ്പോൾ ഈ 2 മണിക്കൂർ 2.5 മണിക്കൂർ നാടകം അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആളുകൾ ഗ്രീൻ റൂമിലേക്ക് വിയർത്ത് നിൽക്കുന്ന നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടാ നന്നായിരിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, അത് നമുക്ക് ഇനിയും വരുന്ന എത്രയോ വർഷങ്ങളിൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു എനർജിയാണ്.
അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരുപാട് ധാരാളം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. പലരും നാടകം കഴിഞ്ഞ ദിവസം തന്നെ ഈ മൂക്കുത്തി നാടകം പറവൂരൊരു സ്ഥലത്ത് കളിക്കുന്നു. നാടകം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, സാറേ ഞാൻ സാറിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് ഗ്രീൻ റൂമിലേക്ക് വരാമായിരുന്നു. അല്ല, റെഡിയായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ മോളെ ഉപദേശിക്കുന്നൊരു രംഗമുണ്ട് മൂക്കുത്തി നാടകത്തിൽ. വീട്ടിൽ നിന്ന് അമ്മയോട് പിണങ്ങിപ്പോകുന്ന മകളെ ഒരാൾ, അഡ്വക്കേറ്റ് സിന്ധുര എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ, അമ്മയുടെ മഹത്വം എന്താണെന്ന് ആ മകളെ പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി മകൾ വീട്ടിലേക്ക് പോകുന്ന ഒരു സീനാണ്. ഒരു 10 മിനിറ്റുള്ള യൂണിറ്റാണ് അത്. ആ സീൻ കണ്ട അയാൾ പറഞ്ഞു അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും നാടകത്തിൽ അഭിനയിക്കാനുള്ള ഊർജ്ജമാണ്. കാരണം അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുണ്ട്. നാടകത്തെ നെഞ്ചേറ്റിരിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുണ്ട്. അതിപ്പം നമുക്ക് നാടകങ്ങൾ കാണാൻ, ഇപ്പോൾ ഈ മൂക്കുത്തി നാടകം തന്നെ 8ഉം 10ഉം പ്രാവശ്യം കണ്ടവരുണ്ട്. ഈ നാടകം കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അത് നമുക്കൊരു വലിയൊരു അംഗീകാരമല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ തന്നെ നമുക്ക് മനസ്സിന് വിഷമം തട്ടിയതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ശരി, വിഷമം തട്ടിയതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം അവഗണിക്കപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനെ ഉള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അത് പിന്നീട് പറയുമ്പോൾ അതൊരു മധുരമായ അനുഭവമായിട്ട് വരുമെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഈ കൊച്ചിൻ നാടകവേദിയിലാണ് പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കൊച്ചിൻ നാടകവേദി എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ കലാപ്രേക്ഷകർക്കും പഴയ ആൾക്കറിയാം. ഒരു വലിയ കുയിലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയ ജനകീയനായ ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ആദ്യമായി പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത്. ആ നാടകത്തിൽ നമ്മുടെ കൊച്ചിൻ മൻസൂറൊക്കെ എന്നോടൊപ്പം അഭിനയിച്ചിരുന്നു. പ്രശസ്തനായ ഗായകൻ മൻസൂറൊക്കെ അതിൽ നടനായിരുന്നു വന്ന്. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ചു. ആ നാടകം അടുത്ത വർഷം നാടകം അനൗൺസ് ചെയ്തു. പാറയ്ക്ക് മുകളിലൊരു പള്ളി. ആ നാടകത്തിൽ അഭിനയിക്കാൻ 2 ട്രൂപ്പാണ്. എ ട്രൂപ്പ് കയ്യഫാസ് കളിക്കുന്നു, ബി ട്രൂപ്പ് അബ്രഹാം കളിക്കുന്നു, ഞാൻ അഭിനയിക്കുന്ന നാടകം. അപ്പം ആ സീസണിൽ എറണാകുളം ഫൈനാൻസ് ഹാളിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് അറ്റാക്ക് വന്ന് കുയിലൻ മാഷ് മരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ 16-ാമത്തെ ദിവസം അമേരിക്കയ്ക്ക് പോകാനിരിക്കുകയാണ് കയ്യഫ നാടകമായിട്ട്. 18 പേര് അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ റെഡിയായിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം മരണപ്പെടുകയാണ്. പക്ഷേ 17 പേര് അമേരിക്കയിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചു വന്നു. പക്ഷേ പിന്നീട് ഒരു സമിതി മതിയെന്ന് ബെന്നി കുയിലിനും കുഞ്ഞൻ കുയിലിനും മക്കൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വേഷമില്ലാതെ വരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും 2 വർഷം ഇടപ്പള്ളി അശോകരായൻ പാട്ടിൽ അഭിനയിക്കുന്നു. പിന്നീട് നാടകത്തിൽ അഭിനയിക്കണമെന്നുള്ളൊരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു ആഗ്രഹം, അമിതമായ ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ വൈക്കം മാളവികയിലെ എൻ്റെ ഒരു സുഹൃത്ത് അലക്സ് എന്ന് പറയും, വൈക്കത്തെ അലക്സ്, ജോണേട്ടൻ, ടി.കെ. ജോണേട്ടൻ അടുത്ത് വന്ന് എന്നെ പരിചയപ്പെടുത്തുന്നു. നന്നായിട്ട് അഭിനയിക്കുന്ന പയ്യനാണ്, ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചിൻ നാടകത്തിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ട പുള്ളി പറഞ്ഞാൽ നന്നായി, എൻ്റെ പുതിയ നാടകത്തിൽ പ്രകാശഗോപുരം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു പയ്യൻ വേഷമുണ്ട്, അപ്പോൾ ബിനു കറക്റ്റാണത്, ഒരു കാര്യം ഒരു 15 രൂപ പത്രം അഡ്രസ്സിൽ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതിൽ ഞാൻ മാളവിയെ സഹകരിച്ചോളാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് എഴുതി. ഇപ്പോൾ റിഹേഴ്സൽ ഡേറ്റ് അറിയിക്കുക. അന്ന് ഫോൺ ഒന്നുമില്ല. അപ്പം വീടിൻ്റെ അടുത്തുള്ളൊരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് തുടങ്ങിയോന്ന്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ് ബിനു മാളവികയുടെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ബിനുവിൻ്റെ പേരില്ലല്ലോ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അയ്യോ, അവിടെ ഞാൻ മാളവിയുടെ ഓഫീസിൽ നിന്ന് ഓഫീസ് സെക്രട്ടറിയോട് ചോദിച്ചു, ഇങ്ങനെ നോട്ടീസ് വന്നു, ഒന്ന് തരാമെന്ന് വെച്ച് നോക്കി. അപ്പം പ്രകാശഗോപുരം നാടകത്തിൻ്റെ പേര് അപ്പം നോക്കിയപ്പം എൻ്റെ പേരില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എഗ്രിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ എഗ്രിമെൻ്റ് ചെയ്തെന്നു, റിഹേഴ്സൽ പറഞ്ഞ് നാളെ ഉദ്ഘാടനമാണ് നാടകത്തിനെന്ന് പറഞ്ഞു. തൃപ്പൂണിത്തുറ സീമ ഓഡിറ്റോറിയത്തിലാണ് നാടകത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നാമത് നമ്മൾ ആ സമയത്ത് ഇതൊരു വരുമാനം, അശോകരായൻ പാർട്ടി എന്ന് പറഞ്ഞാൽ 120-125 പ്രോഗ്രാം ഒരു വർഷം കളിക്കുന്ന ട്രൂപ്പാണ്. ആ വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണത്. അപ്പം നമുക്കൊരു വർഷം നമ്മുടെ പോവുക, നമുക്ക് വേദികളില്ല. അശോകരായൻ പാർട്ടിയോടൊക്കെ പറഞ്ഞ് ഞാൻ മാളവികയാണെന്ന് പറഞ്ഞും പോയി. അപ്പം പിന്നെ എന്ത് ചെയ്യും? അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് അലക്സിനെ വിളിച്ചു. അപ്പോൾ അലക്സ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ജോണേട്ടനെ കാണാൻ പോകുന്നത് തൃപ്പൂണിത്തുറ സൂര്യ ഓഡിറ്റോറിയത്തിൽ പോയി ഈ നാടകം കണ്ടു. ഈ നാടകത്തിൽ എനിക്ക് വേണ്ടി പറഞ്ഞ വേഷം വേറൊരു നടൻ അഭിനയിക്കുന്നത് നിറകണ്ണുകളോടെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ നാടകം കഴിഞ്ഞപ്പോൾ ജോണേട്ടൻ പറഞ്ഞു, ബിനു ക്ഷമിക്കണം, അതൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് വേറൊരു പയ്യനെ, എഴുത്തുകാരനൊരു പയ്യനെ കൊണ്ടുവന്നപ്പോൾ അയാളെ ഫിക്സ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ലാന്ന് ഞാനിങ്ങനെ പോരുന്നു. പിന്നീട് ഞങ്ങൾ ആ യാത്ര നേരെ സതീഷ് ചേട്ടനെ കാണാൻ പോയിരുന്നു, സതീഷ് സംഘമിത്ര. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലപ്പുഴ ഒരു നാടകം ചെയ്യുന്നുണ്ട്, മലയാള കലാഭവൻ ഒരു നാടക ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്, അവിടെ ബിനു ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു കത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചേർത്തലെത്തിയപ്പോൾ അലക്സ് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, രാജംബി ദേവ് രാജൻചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്, അന്ന് അദ്ദേഹം ഇന്ദ്രജാലത്തിലൊക്കെ അഭിനയിച്ച് ശ്രദ്ധേയനായി നിൽക്കുന്ന സമയം
അദ്ദേഹത്തോട് പറഞ്ഞത് ഈ പയ്യൻ വൈക്കത്തുള്ള ബിനു എന്ന് പറഞ്ഞ നന്നായിട്ട് വേഷം ചെയ്യുന്ന പയ്യനാണ്, മാളവിലേക്ക് ഇങ്ങനെ എഗ്രിമെൻ്റൊക്കെ ചെയ്ത് വെപ്പിച്ചിരുന്നതാണ്, അപ്പോൾ ഇപ്പോൾ വേഷമില്ല, അവർ നാടകം വേറെ അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് ചേർത്തല ശൈലജയുടെ ഈ വർഷം നാടകം ഞാനാണ് സംവിധാനം ചെയ്യുന്നത്, അതിലൊരു പയ്യൻ വേഷമുണ്ട്, CK ശശിയാണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ ചെന്നു. ഇപ്പോൾ ചന്ദ്രശേഖരൻ സാറ് അതിൻ്റെ ശൈലജയുടെ ഓണർ, അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം ആ വേഷത്തിന് എന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ എഴുത്തുകാരൻ CK ശശി എന്നുള്ളത് KKS തൈക്കാടിശ്ശേരിയാണ് ആ നാടകം എഴുതിയത്, അനന്തപുരം പിയോ. അത് സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു, ഗംഭീരമായി അവതരിപ്പിക്കേണ്ട നാടകമായിരുന്നു. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല. പിന്നെ നേരെ അതിനുശേഷം കൊല്ലം ചൈതന്യ, അംഗം ജയിക്കാനൊരമ്മ, അതിനുശേഷം സൂര്യസോമ, സാക്ഷാൽ SL പുരം സാറിൻ്റെ സൂര്യസോമയിലെത്തി 2 വർഷം അവിടെ. പിന്നീട് അങ്ങോട്ട് വലിയ വലിയ സമിതികളിലേക്ക് പോകാനുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഫഷണൽ സമിതികളിലും പ്രധാനപ്പെട്ട സമിതികളിലൊക്കെ തന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ പാലാ കമ്മ്യൂണിക്കേഷൻ എന്ന സമയത്ത് തന്നെ ഒരു സമയത്ത് തന്നെ 8 വർഷം സഹകരിച്ചു. പിന്നെ അതുപോലെ കോഴിക്കോട് സങ്കീർത്തനയിൽ 6 വർഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കലാനിലയം കലാനിലയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വിസ്മയ ലോകം, തീർച്ചയായിട്ടും വിസ്മയ ലോകമാണ് കലാനിലയം. അവിടെയും നാടകം ചെയ്തു. അതെ, അവിടെയും എത്തിപ്പെടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആ നാടകത്തിന് ആ വർഷം കളി വളരെ കുറവായിരുന്നു, ഒരു നിറകൺ ചിരി. അപ്പം എന്തോ മുൻവർഷത്തെ എഴുത്തുകാരുടെ സംവിധാനമൊക്കെ മാറി പുതിയൊരു ടീം വന്നത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതാണോ, ഏജൻസികളായിട്ടുള്ള എന്തോ വിഷയങ്ങൾ അന്നത്തെ അച്ഛനുണ്ടായിരുന്നതാണോ, കുറച്ച് നാടകങ്ങളില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ കലാനിലയത്തിൻ്റെ നാടകം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വാഴക്കുളം ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ദേവസ്പന്ദനത്തിൽ ഒരുമിച്ച് അഭിനയിച്ചാൽ ഞങ്ങൾ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് നാടകത്തിൽ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ ഒരു അവസരം കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പം ഒരു ദിവസം അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം കലാനിലയത്തിൻ്റെ എല്ലാമായ കൃഷ്ണനായർ സാറിൻ്റെ മകൻ അനന്ത് പത്മനാഭൻ സാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അപ്പം 1 വയസ്സുള്ള മോനും ഉണ്ട് കയ്യിൽ. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞിങ്ങനെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്കിവിടെ നമ്മുടെ കൂടെ സഹകരിക്കും, നാടകമുള്ളപ്പോൾ പോയിക്കോ, അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു, നാടകമുള്ളപ്പോൾ നാടകത്തിന് പോയിക്കോ, അല്ലാത്തപ്പം കലാനിലയത്തിൽ സഹകരിക്കാൻ പറഞ്ഞു. അങ്ങനെ കലാനിലയത്തിൽ ഞങ്ങൾ അങ്ങ് പോകും. ഒരു അത്ഭുത പ്രപഞ്ചമാണ്. ഗ്രീൻ റൂം എന്ന് പറഞ്ഞാൽ ഒരു 10-20 നിലക്കണ്ണാടികളാണ് ഇങ്ങനെ, ആ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ലോകമാണ്. 5000 ചതുരശ്ര അടിയുള്ള സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് ഫ്രണ്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് മുമ്പ് ഗ്രീൻ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ചെന്നാലേ കയറാൻ പറ്റൂ. നമ്മൾ ഈ ചെറിയ തിയേറ്ററാണ്, നമ്മുടെ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് അഭിനയിച്ച് പെട്ടെന്ന് ആ വലിയ സ്റ്റേജിലേക്ക് നമ്മൾ അമ്പരന്ന് പോകും. എന്തായാലും കലാനിലയത്തിൽ ഒരു 2 വർഷത്തോളം മറ്റു സമിതി സഹകരിച്ചുകൊണ്ട് തന്നെ സഹകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് കടമറ്റത്ത് കത്തനാര്, രക്തരക്ഷസ് എന്നീ നാടകങ്ങളിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കും എൻ്റെ വൈഫിനും. അത് നമുക്ക് മറക്കാൻ പറ്റാത്ത, രണ്ടുപേരും അതിൽ പങ്കെടുക്കാനുള്ള. ഇപ്പോൾ കലാനിലയം വീണ്ടും വരികയാണ് ഓണം മുതൽ. വീണ്ടും രക്തരക്ഷസ് നാടകമായി അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുകൂടിയാണ് ഈ വരുന്നത്. സംവിധാന രംഗത്തേക്കല്ല, സിനിമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ മനസ്സിലാവും പ്ലാൻ. സിനിമ ശരിക്കും പറഞ്ഞാൽ അല്ല, പറയാൻ പറ്റൂല. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ സെറ്റപ്പൊക്കെ ആയി വരുന്നു. മനസ്സിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ്, അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് മനസ്സിൽ, അത് സംഭവിച്ചേക്കാം. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഞാനൊരു സിനിമയുടെ പ്രേക്ഷകനും കൂടിയാണ്. ഏത് ഉറക്കുന്ന സമയത്താണെങ്കിലും രജനീകാന്തിൻ്റെ സിനിമ റിലീസാവുമെങ്കിൽ സെക്കൻഡ് നാടകം കഴിഞ്ഞ് വന്നാലും ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് പോയി ആ സിനിമ കാണും. അതുപോലെ തന്നെ ഏത് സിനിമകളും ഒരു സിനിമയും കാണാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ അത് കണ്ട് ഇന്നത്തെ കാലത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും രചനയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും. അത് ആഗ്രഹം ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ ആയിരിക്കും. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്തൊരാരും കാണാറുള്ള, പക്ഷേ അതിനുള്ള അവസരം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ പുറകെ പോകാൻ എനിക്ക് സമയമില്ല. കാരണം നാടകം 250 നാടകം കളിക്കുന്ന സമിതിയിലാണ് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ സംവിധാനം ചെയ്യുന്ന നാടകങ്ങളുണ്ട്, അതുപോലെ സംവിധാനം ചെയ്യുന്ന നൃത്ത നാടകങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിലുണ്ട്. എം സിന്ധുരാജ് എന്ന് പറയുന്ന പ്രശസ്തനായ തിരക്കഥാകൃത്തിൻ്റെ ആദ്യ നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ് ഞാൻ. അത് 28 കൊല്ലം മുമ്പ് കൊച്ചിൻ പ്രേക്ഷകയ്ക്ക് വേണ്ടി അങ്കക്കുതിര എന്ന നാടകം എഴുതിയത് അദ്ദേഹമാണ്. അതിന് മുമ്പ് ഒരു നാടകം അഗ്നിഹോത്രി എന്ന് പറഞ്ഞ് സതീഷ് ചേട്ടൻ സംവിധാനം ചെയ്ത് 2 നാടകമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് സിനിമാ രംഗത്ത് നിൽക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം തന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏത് പടം റിലീസാകുമ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്, ബിനു പടം കാണണം, അഭിപ്രായം പറയണം.
ഞാൻ പക്ഷെ അദ്ദേഹത്തോട് എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞാൽ പോയില്ല. ഒരു വേഷം ഉണ്ടെന്ന് ഇതുവരെ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുമില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല. നമുക്ക് നമ്മുടേതായ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് വരും. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ചെറിയ മുഖം കാണിക്കുക, അങ്ങനെയുള്ള നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കൊരു വേഷം ഉണ്ടായിരിക്കണം. നമ്മൾ നടനെന്നതിൽ നമുക്കതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാകണം. അല്ലാതെ നമുക്ക് മുഖം കാണിക്കാനായിട്ട് ഗ്രൂപ്പിൽ പോയി നിൽക്കാനും നമുക്ക് താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല. അത് കറക്റ്റാണ്, ശരിയല്ല. നമ്മൾ തേടി ചെല്ലണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റാത്ത, അതായത് സാമ്പത്തികമായ പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, നമ്മുടെ കലാപരമായ ദാരിദ്ര്യം. നമ്മുടെ അരങ്ങുകൾ നഷ്ടപ്പെടുന്നു, ഇനി അരങ്ങുകൾ തിരിച്ചു കിട്ടുമോ എന്ന ഭീതിതമായിട്ടുള്ള ഒരു ചിന്ത നമ്മളെ ബാധിച്ചു. പക്ഷെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയ ചെറുന്നൂർ ജയപ്രസാദ് സാർ അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറഞ്ഞ സീരിയലിൽ എനിക്കൊരു വേഷം നൽകി. 1.5 വർഷക്കാലം അതുകൊണ്ട് അതിലങ്ങ് പോയി. എൻ്റെ വൈഫിനും അതിൻ്റെ അകത്തൊരു വേഷം കൊടുത്തു. അത് അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പല്ല, നമുക്ക് മാന്യമായ രീതിയിൽ ഒരു മാസം എങ്ങനെയും 10 ദിവസത്തെ വർക്കുണ്ടാവും. അപ്പോൾ നമുക്ക് നാടകത്തിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ പ്രതിഫലം, അതിനേക്കാളും കൂടുതൽ പ്രതിഫലം കിട്ടി നമുക്ക് നിൽക്കാൻ പറ്റിയെന്നുള്ളത്. അത് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ഏകദേശം 120ഓളം നാടക കലാകാരന്മാർക്ക് അദ്ദേഹം അവസരം കൊടുത്തു. അത് ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇത്രയധികം നാടകക്കാർ അഭിനയിച്ച ഒരു സീരിയൽ വരെ ഉണ്ടാവില്ല, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. അത് അദ്ദേഹത്തോട് എല്ലാ നാടകക്കാരും കടപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ കോവിഡ് കാലത്ത് ശരിക്കും നാടക കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, ചെറുന്നൂർ ജയപ്രസാദ് സാറാണ്. ഇപ്പം എല്ലാം വീണ്ടും മുതലാവുന്ന സജീവമായി ഈ വർഷം നാടകങ്ങളായാലും മറ്റ് ഗാനമേളയായാലും എല്ലാ പ്രോഗ്രാംസുകളും വീണ്ടും സജീവമായി എല്ലാവരും ഒന്ന് ഉണർന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് സാങ്ഷൻ 10 മണിക്ക് ശേഷം നാടകം അവതരിപ്പിക്കാനോ ഒരു പരിപാടി അവതരിപ്പിക്കാനോ പല സ്ഥലങ്ങളിലും അനുവദിക്കുന്നില്ല. അതിനെക്കുറിച്ച് എന്താ ശരിക്കും പറയാം? അത് ശരിക്കും ഒരു സുപ്രീം കോടതി വിധി വളരെ നേരത്തെ ഉള്ളൊരു വിധിയാണ്. പക്ഷേ ഇപ്പം അത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ പല സ്ഥലങ്ങളിലും 10 മണിയാകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക, ഈ ഒരു രീതിയിൽ. പക്ഷേ ഇത് പല കോടതി വിധികളും നിലനിൽക്കെ തന്നെ അത് നടപ്പാക്കുന്നില്ല. എത്രയോ കോടതി വിധികൾ നടപ്പാക്കാതിരിക്കും, സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയ വിഭാഗം കലാകാരന്മാരുടെ വയറ്റത്തടിക്കുന്നൊരു പരിപാടിയാണിത്. 10 മണി കഴിഞ്ഞാൽ മൈക്ക് സെക്ഷൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ നാടകമെന്ന പരിപാടി ഗാനമേള സ്ഥലത്ത് ഗാനമേള നടത്തുമ്പോൾ ചിലപ്പം അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നു, കത്തിക്കുത്തുണ്ടാകുന്നു. കാരണം ഒരു ഗാനമേള കാണാൻ വരുന്ന ആ പ്രദേശ ആളുകളല്ല, അടുത്ത പ്രദേശ ആളുകളൊക്കെ വന്ന് നൃത്തം ചെയ്യുന്നു, സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. ഓക്കെ, മനസ്സിലാക്കാം. ഈ നാടകമെന്ന് പറയുന്നത് ഒരു കലാരൂപം അവതരിപ്പിക്കുമ്പോൾ എന്ത് സംഘർഷം ഉണ്ടാകാനാണ്. ഏറ്റവും മോശമായ നാടകത്തിൽ പോലും ഒരു പ്രേക്ഷകന് നല്ലൊരു സന്ദേശം കൊടുക്കാനുണ്ടാവും. ഏതൊരു നാടകത്തിലും ഏറ്റവും മോശമായി അവതരിപ്പിക്കുന്ന നാടകത്തിലും വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ലാത്തതും വളരെ പൈസ കുറച്ചിറക്കിയ നാടകത്തിലും ജനങ്ങളോട് പറയാൻ, ആശയപരമായ ജനങ്ങളോട് പറയാനൊരു നന്മയുണ്ടാകും. ആ നാടകം എന്ന കല പോലും അവതരിപ്പിക്കാൻ കഴിയില്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് കലാകാരന്മാർ പോകുന്നത്. ഇതുകൊണ്ട് ആശ്രയം ജീവിക്കുന്നവരെ വല്ലാതെ ബാധിക്കും ഈ നിയമം. തീർച്ചയായിട്ടും അതിന് ഈ സർക്കാരിനൊക്കെ ഇടപെട്ട് സർക്കാരിന് നിയമപരമായിട്ട് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കളക്ടർക്ക് ഈ പ്രോഗ്രാം നടത്തുന്ന ഈ സ്ഥലം ഒരു ഓഡിറ്റോറിയമായിട്ട് പ്രഖ്യാപിക്കാം. ഉത്സവം നടക്കുന്ന സ്ഥലങ്ങൾ അവിടെ മാത്രം കേൾക്കത്തക്ക രീതിയിൽ, ഉച്ചഭാഷണി പുറത്തേക്ക് പോകാത്ത രീതിയിൽ ബോക്സൊക്കെ വെച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും, ഗ്രൗണ്ടിൽ മാത്രം. പക്ഷേ ആ രീതിയിൽ ഞങ്ങൾ ഈ നിയമം നിലനിൽക്കെ തന്നെ 11 മണിക്കും 12 മണിക്കും നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അവിടെ ഇവരാരും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നാടകത്തിൻ്റെ വേദികൾ എന്ന് പറയുന്ന ആ ചുറ്റുള്ള ഓഡിയൻസ് ഇരിക്കുന്നിടത്ത് മാത്രമേ ശരിക്കും പറഞ്ഞ ആ ശബ്ദം ആവശ്യമുള്ളൂ. ഇതിനാണ് ഔട്ട് കൊടുക്കേണ്ട. ഞാൻ കണ്ടിരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഓഡിയൻസിന് കേൾക്കത്തക്ക രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് നോക്കുന്നത്. ഔട്ടിലേക്ക് അങ്ങനെ പോകാറുമില്ല. ഇതിപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ അവർക്ക് മടിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ അവർ പോകില്ല. അല്ലാത്ത പാവം പിടിച്ചവരുടെ കമ്മിറ്റിക്കാരെടുത്ത് എന്നിട്ട് അവർ ഊരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഈ സീസണിൽ നാടകം കളിക്കുന്ന ഒരാളെന്ന നിലയിൽ പല സ്ഥലത്തും പല നിയമമാണ്. ചില സ്ഥലത്ത് 10 മണിയാകുമ്പം കഴിഞ്ഞ ദിവസം ഒരു നാടക സമിതിക്ക് നാടകം അവതരിപ്പിക്കാൻ ആയില്ല, അവർ അവതരിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ നാട്ടുകാരുടെ ഇവിടെ നാടക സമിതി പൈസ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും നമ്മൾ ഇനി നാടകങ്ങൾ ഇങ്ങനൊരു നിയമമുള്ളപ്പോൾ നാടകങ്ങൾ ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റേജ് നൃത്തനാടകങ്ങൾ ബുക്ക് ചെയ്യാൻ മടിക്കും കമ്മിറ്റിക്കാർ. കാരണം 10 മണി കഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ എന്തായാലും അമ്പലത്തിലെ ദീപാരാധന കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ സമയം ഏറെക്കുറെ മാറും. അപ്പോൾ പിന്നെ അതിനുള്ള സമയങ്ങളും കിട്ടൂല. അപ്പോൾ അങ്ങനെ ഇത് വളരെ ഈ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നാടകം എന്ന് പറഞ്ഞ കല, കാരണം ഇവിടെ ഒരു ജനകീയ മന്ത്രിസഭ വരുന്നത് ബാലറ്റ് പേപ്പറിലൂടെ ആദ്യം ഒരു
മന്ത്രിസഭ ഉണ്ടാകുന്നതൊക്കെ KPSC നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറയുന്ന നാടകം ഒക്കെ അവതരിപ്പിച്ച് ആ നാടകം കണ്ട ആളുകളെല്ലാവരും മുഷ്ടി ആകാശത്തേക്ക് എടുത്ത് ഉയർത്തി ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് വന്നൊരു ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത് ഇപ്പോഴും. അപ്പോഴും ആ ഭരണകൂടവും നാടക കലാകാരന്മാരെ മറക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത്രയും വർഷം നാടകത്തിൽ സജീവമായി പോയിക്കൊണ്ടിരുന്നപ്പോഴും മനസ്സിൽ തട്ടിയ എന്തെങ്കിലും ഒരു കഥാപാത്രം കിടക്കുന്നുണ്ടോ? നമുക്ക് ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നുണ്ട്. ആ കഥാപാത്രം അവതരിപ്പിച്ചിട്ട് ഒരു പുരസ്കാരം കിട്ടിയോ എന്നുള്ളതല്ല. ചില വേഷങ്ങൾ ഇപ്പം മറ്റേ ഓച്ചിറ രാഗത്തിൻ്റെ ദേവഗായത്രി എന്നൊരു നാടകത്തിൽ ഒരു അബ്രാഹ്മണനായ ശാന്തിക്കാരനൊരു വേഷം, ഒരു ജാതിയിൽ താഴ്ന്ന ഒരാൾ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രത്തിൽ കീഴ്ശാന്തിക്കാരനായി നിയമിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടുത്തെ സവർണവർഗ്ഗങ്ങളെല്ലാം കൂടി അവനൊരു കള്ളനാക്കി മുദ്രകുത്തി അവിടുന്ന് പറഞ്ഞു വിടുന്നൊരു ആട്ടിയിറക്കുന്ന ഒരു സംഭവം, ഒരു ക്യാരക്ടറാണത്. ആ ഒരു കഥാപാത്രം വളരെ സ്വാധീനിച്ചു. പിന്നെ സിംഹമുറങ്ങുന്ന കാടെന്ന് പറഞ്ഞ സൂര്യസോമയുടെ നാടകത്തിലെ തൊഴിലില്ലായ്മയാണ് വിഷയം. അത് KPSC ആദ്യം അവതരിപ്പിച്ചിരുന്നു, പിന്നീട് അത് സൂര്യസോമ അവതരിപ്പിച്ചു. SL പ്രസാദ് സാർ തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. അതില്ലാത്ത നായക വേഷമാണ് ബാബു എന്ന് പറഞ്ഞ്. ചേട്ടനും അനിയനും ഉണ്ട്. ചേട്ടൻ പറയുന്നു അച്ഛൻ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് പെൻഷനാവും, പക്ഷേ സർവീസിലിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചാൽ ആ ജോലി നിനക്ക് കിട്ടും. എനിക്ക് ജോലിയൊന്നും നിനക്ക് കിട്ടും അനിയന്. അതുകൊണ്ട് നീ നമുക്ക് എങ്ങനെയെങ്കിലും അച്ഛനെ ഇല്ലാതാക്കണം. അങ്ങനെ തൊഴിലില്ലായ്മയുടെ രൂക്ഷത കൊണ്ട് ഈ മകൻ അച്ഛന് വിഷം കൊടുത്ത് അങ്ങനെ അയാൾ മരിക്കുകയാണ്. വിഷം കൊടുത്താന്ന് അറിയില്ല, അച്ഛൻ മരിച്ചു. പക്ഷേ അച്ഛൻ മരിച്ച സമയത്ത് ചേട്ടൻ ഉടനെ പോലീസിന് ഇൻഫോം ചെയ്തു, അത് അനിയൻ വിഷം കൊടുത്ത് കൊന്നിരിക്കുന്നതാണ് അച്ഛനെ. അപ്പം അനിയനെ അകത്തായാൽ ജോലി അയക്ക് കിട്ടും. അതിൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത്. അതിലാ ബാബുവിൻ്റെ വേഷം. ബാബു ചേട്ടനോട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ചേട്ടനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചേട്ടനികളെ നോക്കാൻ അഭിമുഖീകരിക്കാൻ പറ്റാതെ നിൽക്കുക. അപ്പം ഇവിടെയാണ് എൻ്റെ മുഖം, ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് പിന്നെ ഒരു 2 പേജ് ഡയലോഗാണിങ്ങനെ ഈ ചേട്ടനോട് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ വന്ന് ഒരു കത്ത് കൊണ്ട് തരികയാണ്. ഒരു കത്ത്, ഒരു രജിസ്റ്റേഡ് തുടങ്ങുമ്പോൾ ഇവനെ ഈ ജോലിക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. അപ്പം ഈ ജോലി സർക്കാരിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസിന് കീഴടങ്ങി നിർത്താൻ നാടകം തീരുന്നു. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ അരങ്ങിലെ അനാർക്കലി എന്ന് പറഞ്ഞ് കോഴിക്കോട് സംഗീതത്തിനെ അവതരിപ്പിച്ച നാടകത്തിലെ ഒരു കഥാപാത്രം, ഒരു മൃദംഗം വായിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. ഇപ്പോൾ ചെയ്യുന്ന നാടകത്തിൽ അഡ്വക്കേറ്റ് സിന്ധുരാജ്, അതായത് സുരേഷ് ദിവാകർ സംവിധാനം ചെയ്ത് മുഹാദ് മെമ്പായം എഴുതി ഏറ്റവും വളരെ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന നാടകമാണ് മൂക്കുത്തി. അതിലെ വളരെ വ്യത്യസ്തമായ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറല്ല, ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ആദ്യം വെള്ളമടിച്ചൊക്കെ അങ്ങനെയൊക്കെ നടന്ന് ഒരു വൾഗറായിട്ടൊക്കെ നടക്കുന്ന, പിന്നെ വേറൊരു രീതിയിലേക്ക് വരുന്ന ഈ നാടകത്തിലെ ഡയലോഗാണ് അതിൻ്റെ അകത്ത് ഈ മോള്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ മോള് അമ്മയോട് പിണങ്ങിപ്പോയ മകളെ കൊണ്ടുവരാൻ വേണ്ടി വരുന്നൊരു അഡ്വക്കേറ്റ്. ഈ അഡ്വക്കേറ്റിന് ഒരു ചരിത്രമുണ്ട്. അഡ്വക്കേറ്റിൻ്റെ ഭാര്യയും മോളും ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോയതാണ്. അപ്പോൾ ആ മോളുടെ മുഖഛായയാണ് ഈ മോൾക്കുള്ളത്. പക്ഷെ ആദ്യം ഇവളോട് വന്ന് പറയുമ്പോഴൊക്കെ ഇവൾ ഭയങ്കരമായിട്ട് ഇവളോട് ചൂടാവുകയാണ്, ആട്ടി ഓടിക്കുന്ന പോലെയൊക്കെ പറയുമ്പോഴത്തേക്ക്. അതിനുശേഷം ഇയാൾ മോളോട് പറയുകയാണ്, ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല മോളെ, ഒഴുകിപ്പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു ഉരുപ്പടിയാ മോളെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ മരിക്കുമോ എന്നുള്ളത്, എൻ്റെ അമ്മ മരിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ തിരിഞ്ഞു വന്നിട്ട് പറയുന്ന ഡയലോഗാണ്, മോളെ ഫ്ലാഷ് ബാക്കുകൾ ക്ലീഷയും ക്രിഞ്ചുമാണെന്നറിയാം, എങ്കിലും ഇതിവിടെ ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നു. ഞാനുമായിട്ട് ഡിവേഴ്സിനും ഏകദേശം 1 വർഷത്തിന് ശേഷം കീഴൂരിനടുത്ത് വെച്ചുള്ളൊരു ആക്സിഡൻറ്റിലാണ് എൻ്റെ പൊന്നുവും അവളുടെ അമ്മയും മരിച്ചു പോയത്. ഇടിച്ച പ്രൈവറ്റ് ബസിൻ്റെ അടിയിൽപ്പെട്ട കാറിൽ നിന്ന് 4-5 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സുകാർ 2 മൃതശരീരങ്ങളും പുറത്തെടുത്തത്. തലയുടെ ഒരു ഭാഗം മുഴുവനും തകർന്നു പോയ ശ്വേത അപ്പോഴും പൊന്നുവിനെ, എന്റെ മോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു.
രക്തസാക്ഷികൾ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മരണത്തിന്റെ മുഖത്തും മക്കളെ വിട്ടുകളയാൻ മനസ്സ് വരാത്ത മഹാത്ഭുതത്തിന്റെ പേരാണ് അമ്മ. സ്വന്തം മക്കൾക്ക് വേണ്ടി ഏത് ദൈവങ്ങളോട് അവർ യുദ്ധം ചെയ്യും, ഏത് പിശാചിനോടും സന്ധി ചെയ്യും. നിന്റെ അമ്മ അങ്ങനെ ആയിരിക്കും. ഇന്നും വേദികളിൽ നിന്നും വേദികളിലേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഇനിയും നല്ല നല്ല പുരസ്കാരങ്ങൾ കിട്ടട്ടെ, നല്ല നല്ല വേഷങ്ങൾ വരട്ടെ, അത് ചെയ്യാനുള്ള ആരോഗ്യവും നല്ല മനസ്സും ദൈവം നൽകട്ടെ. നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് ഈ നാടക കലാകാരന്മാരെ ഒന്ന്, ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന നാടക കലാകാരന്മാരെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ ഒരവസരം എനിക്ക് നൽകിയതിന് ഈ ചാനലിനോടും വിശിഷ്യ താങ്കളോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും, എനിക്ക് മാത്രമല്ല നാടക കലാകാരന്മാരെ, നാടകത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. വൈക്കം ബിനുവിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഡൻ MTN ചാനലിൻ്റെ പ്രേക്ഷകരോടുള്ള പ്രേക്ഷകർക്കുള്ള നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.